ഹേ ഗൈസ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർ റിയാക്ട്സ്. ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. പക്ഷേ ആ ബ്രേക്കിന് ശേഷം വരുമ്പോഴുള്ള വീഡിയോ എന്തായാലും നമുക്കൊരു മാസ് വീഡിയോ ചെയ്തേ പറ്റും. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഓം ഫസ്റ്റ് സ്ട്രൈക്ക് ധനുഷിന്റെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ തന്നെ പറയണം, തമിഴകത്തെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ പാൻ ഇന്ത്യൻ വരെ നമുക്ക് അറിയപ്പെടുന്ന ഒരു നടനാണ് ധനുഷ്. സോ അദ്ദേഹത്തിന് ഒരു കംബാക്ക് എന്ന നിലയിലാണ് ആൾക്കാർ ഈ സിനിമയെ ഭയങ്കരമായി വിലയിരുത്തുന്നത്. ആൻഡ് അതിന് പുറമെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ന്യൂസ് എന്ന് പറയുന്നത് ധനുഷിന്റെ കൂടെ നമ്മുടെ സ്വന്തം മെഗാ സ്റ്റാർ സൂപ്പർ സ്റ്റാർ മമ്മുക്ക കൂടി ഇതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് റോള് ചെയ്യുന്നുണ്ട്. സായി പല്ലവി, ശ്രീലീല ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി അഭയങ്കർ ആണ് മക്കളെ. അപ്പൊ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, 2 മിനിറ്റ് 32 സെക്കൻഡ് ബാക്കി കണ്ടിട്ട് ലെറ്റ്സ് ഗോ മാൻ. ഓക്കെ, അമ്പലം, ഒരു ഗ്രാമം, ഒരു മല. വൗ, here he comes man, nice. police എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാവ്, പുലികൾ ഓർ ആർമി? ഓ മഴുവിന്റെ സൗണ്ടല്ലേ. വാവ്, ചന്ദനം, അരുണാചലേശ്വർ, സായി അഭയങ്കർ. ഓ വാവ്, क्या बात है भाई, अरुणाचलेश्वर. वाव, सेम्मे वाव, साई अभयंकर पी. ओ ചാപ്റ്റർ ഉദിരം, ദ ബ്ലഡ് വുഡ്. ചന്ദനം തന്നെ, ബ്ലഡ് വുഡ്, രക്തചന്ദനം. കിടിലം ഒരു ടീസറും അല്ല ട്രെയിലറും അല്ല, ഒരു ചെറിയൊരു ഗ്ലിംസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്ട്രൈക്ക് രുതിരം എന്നൊക്കെയാണ് അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ദ ബ്ലഡ് വുഡ്, രക്തചന്ദനം. സംഭവം ചന്ദനാണ്, രക്തചന്ദനം അത് തന്നെയാണ് സംഭവം. ആൻഡ് ഫസ്റ്റ് പറയാനില്ല മക്കളെ, ഇതിന്റെ സായി അഭയങ്കറിന്റെ പെട. ഞാൻ 2-3 പാട്ടുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സായി അഭയങ്കറിന്റെ പേര്. ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ കോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് യെസ് ഇനിയിപ്പോൾ സായി അഭയങ്കർ ആണ്. അനിരുദ്ധൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ചെക്കൻ ചെയ്യുന്ന ഓരോ പാട്ടും ഓരോ സംഗതികൾ ഏജാതി ബീറ്റാണ് കൊടുത്തിട്ടുള്ളത്. വിസിലടിപ്പിക്കും, നമ്മളെ കൊണ്ട് വിസിലടിപ്പിക്കും. ആ ഒരു ധനുഷിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ, ആ കൊടുത്തിരിക്കുന്ന BGM ഒക്കെ എന്താ സാധനം അല്ല. ആൻഡ് ധനുഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധനുഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു ബാഡ് ഒരു ഗ്രാഫിലൂടെയാണ് ധനുഷിന്റെ സിനിമ ഒരു കരിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഫ്ലോപ്പാണ്. ഇറങ്ങിയ 2-3 പടങ്ങൾ, ഇപ്പോൾ ഒന്നാമത്തെ പടം കൂടി ഇറങ്ങിയത് ഞാൻ കണ്ടില്ല, അതും ഫ്ലോപ്പായി. പക്ഷെ ഇത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, സംഭവം നൈസായിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ സായി അഭയങ്കർ ഒരു ലക്കി ചാമാണ് എല്ലാവർക്കും. ആൻഡ് ടോട്ടലി ഇത് സെറ്റപ്പ് ഒരു കിടിലം, ഒരു മാസ് പരിവേഷം, ഒരു രക്ഷകൻ പരിവേഷം തന്നെയാണ്. അരുണാചലേശ്വരം അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുള്ളത്, അരുണാചലസ്വാമി അങ്ങനെ എന്തോന്ന് പേര്. ഏതായാലും ഒരു രക്ഷകൻ റോള് തന്നെയാണ്. കിടുവായിട്ട് വരട്ടെ എന്ന് മാത്രമല്ല ധനുഷിന് ഒരു കംബാക്ക്, ഒരു റിയൽ കംബാക്ക് കാണാനാണ് ഞാനും ഒരുപാട് അദ്ദേഹത്തിന്റെ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് സായി പല്ലവി ഉണ്ട്, ശ്രീലീലയാണ് നായികയാണെന്ന് തോന്നുന്നു, സായി പല്ലവിയാണോ, 2 നായികമാരുണ്ടാവാൻ ചിലപ്പോൾ. ആൻഡ് വേർ ഈസ് ദ ബിഗ് തിങ്
അതിനാലും ഞാനും കൂടി വെയിറ്റിംഗ്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു കണ്ണുകൊണ്ടുള്ള ഒരു ഗ്ലിംസ് എങ്കിലും, ഒരു നോട്ടമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതിലൊന്നും കൊടുത്തിട്ടില്ല. മമ്മൂക്ക ഏത് വേഷത്തിലാണ്, എങ്ങനെയാണ്, എന്താണ് എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് റൂമേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അച്ഛനായിട്ടാണോ അല്ലെങ്കിൽ വില്ലൻ അല്ല എന്ന് എനിക്കൊന്ന് തോന്നുന്നു. ഏതായാലും മമ്മൂക്ക അതും കൂടി സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് വേറെ ലെവലായിരിക്കും എന്നുള്ളത് 100% ഗൂസ് ബംസ്. ഒരു കുറെ കാലത്തിന് ശേഷമാണ്. ധനുഷും എനിക്ക് തോന്നുന്നു പണ്ട് മമ്മൂക്കയും ദിലീപേട്ടനും കൂടിയിട്ട് മറ്റൊരു ഏട്ടനവനിയായിട്ടൊരു പടം അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഗസ്റ്റ് റോളായിട്ട് ധനുഷിനെ കൊണ്ടുവന്നിനി. മറ്റേ 2 ദോശക്കട സംഭവം, അതിൽ ധനുഷ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ധനുഷുമായിട്ട് അങ്ങനെ കോംബോ ചെയ്തിട്ടില്ല. ഇതൊരു വലിയൊരു വൻ കോംബോ ആണ്. ധനുഷ് ആൻഡ് മമ്മൂട്ടി എന്ന് പറയുന്നത് 2 ഇതിഹാസങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ സ്ക്രീനിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് അറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. സോ വെയിറ്റിംഗ് ഫോർ മമ്മൂക്ക ആൻഡ് ധനുഷ്.